കേരളത്തെ തന്നെ ഞെട്ടിച്ച പരാതികളാണ് രാഹുൽ മാങ്കൂട്ടം എംഎൽഎക്കെതിരെ ഉയർന്നു വന്നിരുന്നത്. ഒന്നിനു പുറകെ ഒന്നായി ഉയർന്നു വന്ന പരാതികൾ രാഹുലിനെ കുരുക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ രാഹുലിനെതിരെയുള്ള രണ്ടാം ബലാത്സംഗ കേസിലെ പരാതിക്കാരി രഹസ്യമൊഴി കൊടുത്തിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്നലെയാണ് അതിജീവിത നെടുമങ്ങാട് കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി രഹസ്യമൊഴി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ എത്തിച്ച് രാഹുൽ ബലാത്സംഗം ചെയ്തു എന്ന് പരാതി നൽകിയ ബംഗളൂരുവിൽ താമസിക്കുന്ന 23 വയസ്സുകാരിയാണ് രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ അതിജീവിത കോടതിയെ അറിയിക്കുകയായിരുന്നു. ഈ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യവും നൽകിയിരുന്നു. യുവതിയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരം വരും ദിവസങ്ങളിൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ വരുന്ന സൂചന. അതോടൊപ്പം പരാതിക്കാരിയുടെ വൈദ്യപരിശോധനയും ഇന്നലെ നടക്കുകയുണ്ടായി. ജാമ്യത്തിലുള്ള രാഹുൽ ഇപ്പോഴും നല്ല ആത്മവിശ്വാസത്തിലാണുള്ളത്. തനിക്കെതിരെ ഉയർന്ന പരാതികൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്ന് വരെ രാഹുൽ പറയുകയുണ്ടായി. എന്നാൽ രാഹുലിന്റെ വാദങ്ങളൊക്കെ പാടെ പൊളിയുന്നതാണ് പിന്നീട് ഏവരും കണ്ടത്. ഹൂ കേസ് എന്ന് പറഞ്ഞ് നടന്ന രാഹുലിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു നിലവിലെ 3 ബലാത്സംഗ കേസുകൾ. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു താനും അതിജീവിതയുമായി ഉണ്ടായിരുന്നതെന്നും ബന്ധത്തിൽ വിള്ളലുണ്ടായപ്പോൾ പരാതി നൽകുകയായിരുന്നു എന്നുമാണ് രാഹുലിന്റെ വാദം. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ സ്ഥാനാർത്ഥിയാകാനുള്ള രാഹുലിന്റെ പ്ലാനാണ് പരാതിക്കാരിയുടെ രഹസ്യമൊഴിയിൽ കൂടി തകർന്നിരിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും രാഹുലിന്റെ മനസ്സിൽ അധികാരമോഹമാണെന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം. ഒരു നിയമസഭാ സാമാജികൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂര കൃത്യങ്ങളാണ് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ബാധിക്കപ്പെട്ട എല്ലാവരോടും രാഹുൽ ഒരേ രീതിയിലുള്ള ക്രൂരതയാണ് ചെയ്തതെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇത്തരത്തിലെ കൂടുതൽ പരാതികൾ രാഹുലിനെതിരെ ഇനിയും ഉയർന്നു വരുമെന്നാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന ആക്ഷേപം. കഴിഞ്ഞിടയ്ക്ക് സുപ്രീം കോടതി ഒരു പരാമർശം ഉന്നയിച്ചത് ഏറെ ചർച്ചയായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് വിവാഹിതയായ ഒരു സ്ത്രീക്ക് പരാതിപ്പെടാനാകില്ലെന്നാണ് സുപ്രീം കോടതിയുടെ അമ്പരപ്പിക്കുന്ന ഉത്തരവ്. യഥാർത്ഥ ബലാത്സംഗ കേസുകൾ വിചാരണ കോടതികൾ തിരിച്ചറിയണമെന്നും സുപ്രീം കോടതി പറയുകയുണ്ടായി. ഈ പരാമർശം സുപ്രീം കോടതി ഉന്നയിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളും പരാതികളുമാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വന്നത്. എന്നാൽ രാഹുലിന്റെ കേസിൽ ഭ്രൂണഹത്യ കൂടി ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ആ പ്രതീക്ഷയ്ക്കും മങ്ങലേൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ രാഹുൽ വെക്കുന്ന ചുവടെല്ലാം പാളുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് രാഹുലിന്റേത്. ഫെനി നൈനാനെ പോലെ രാഹുലിനെ താങ്ങുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നതാണ് വിചിത്രമായ വസ്തുത. ഇതുകൊണ്ടൊന്നും താൻ തളരില്ല എന്ന നിലപാടിൽ തന്നെയാണ് രാഹുൽ ഇപ്പോഴും ഉള്ളത്. ഇതിനിടെ ഒരു സ്വകാര്യ ചാനലിന് രാഹുൽ കൊടുത്തിരുന്ന അഭിമുഖം കേരളം ഒന്നടങ്കം കണ്ട ഒരു പരിപാടിയായിരുന്നു. അതിലും രാഹുൽ താൻ തെറ്റുകാരനല്ലെന്ന വാദവും ഉയർത്തിപ്പിടിച്ചാണ് രംഗത്തെത്തിയത്. തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ രാഹുൽ പിന്നെ എന്തിനാണ് അന്വേഷണത്തിനോട് സഹകരിക്കാതെ ഒഴിഞ്ഞു മാറുന്നതെന്ന ചോദ്യങ്ങളും വരുന്നുണ്ട്. ഉഭയപക്ഷി സമ്മതപ്രകാരമാണ് ബന്ധം നടന്നതെന്നും ഇതേ രാഹുൽ തന്നെ പറയുന്നുമുണ്ട്. ഏതായാലും ഇനി രാഹുലിന് രക്ഷയില്ല എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും. രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ വഴിത്തിരിവുകൾ ഉണ്ടായാൽ അത് രാഹുലിന്റെ വ്യക്തിപരമായ ജീവിതത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയ ജീവിതത്തെയും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താകും രാഹുൽ വിഷയത്തിൽ ഉണ്ടാകുന്ന അടുത്ത നടപടിയെന്ന് കണ്ടു തന്നെ അറിയണം.